പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടിയുടെ ബോഡി കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ചെറിയൊരു വണ്ടിയുണ്ട്, മാരുതി സുസുക്കിയുടെ കേരിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗൂഡ്സ് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ വന്നിട്ട് നമ്മൾ ബോഡി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സൈഡ് ബോഡിക്കുള്ള സെറ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-1 പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് 3 പൈപ്പ് അടുപ്പിച്ച് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ 1.25 ആംഗിൾ എടുത്തിട്ട് സെറ്റാക്കി വെച്ച് അതിൻ്റെ മുകളിലാണ് ഇത് ഫ്രെയിം വെച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ബാക്കിലുള്ള പെട്ടിയുടെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലോഡൊക്കെ വെക്കുമ്പോൾ കുറച്ച് സേഫ്റ്റി ആയിട്ട് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ 2 പൈപ്പാണ് റീപ്പറായിട്ട് കൊടുത്തിട്ടുള്ളത്. 3 പൈപ്പ് വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് നമ്മൾ അതിൽ 1 ഫ്രെയിമാണ് ഉള്ളിൽ സെറ്റ് ചെയ്ത് ഗ്രില്ലൊക്കെ വെക്കണത്. ഇപ്പോൾ ഏകദേശം എല്ലാം സ്പോട്ട് അടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ബാക്കിൽ ഇനി താഴെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബമ്പർ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സേഫ്റ്റിയാണ്. കാരണം റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ ഡയറക്റ്റ് എവിടെയും പോയി അടിച്ച് കഴിഞ്ഞാൽ സൈലൻസർ കാര്യങ്ങൾ, പിന്നെ സെൻസർ വണ്ടി ആയതുകൊണ്ട് ബാക്കിലുള്ള സെൻസർ ലൈറ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ചവിട്ടിക്കയറാനും സൗകര്യം നമുക്കൊരു ബമ്പർ സെറ്റ് ചെയ്താലാണ്. അപ്പോൾ അതിന് 3 ഇഞ്ച് റൗണ്ട് പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്തിരി ഹെവി ആയിട്ടുള്ള പൈപ്പ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം എവിടെയും തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചളുങ്ങാനോ പൊട്ടാനൊന്നും പാടില്ല. നമ്മളൊന്നാമത് വണ്ടിയുടെ സേഫ്റ്റി, പിന്നെ നമ്മൾ ചവിട്ടി കയറാനുള്ള പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചേസിൽ നിന്നാണ് നമ്മൾ ആംഗിളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് അളവൊക്കെ വെച്ച് ലെവലാണോ ഹൈറ്റൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഫുൾ വെൽഡിംഗ് ഒക്കെ ചെയ്ത് ഡമ്മി കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചവിട്ടി നോക്കി എല്ലാം സെറ്റാണോ എന്നൊക്കെ നോക്കി ഒന്നും കൂടി ഹെവി ആക്കി ക്ലാമ്പൊക്കെ കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിൽ ബാറ്ററി കേസും സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഈ ഒരു ഭാഗത്തായതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അത് നമ്മൾ 2 ബോൾട്ടൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടാണ് ഹോളൊക്കെ ചെയ്തിട്ട് റെഡിയാക്കിയത്. അതുപോലെ തന്നെ ബാക്കിലെ ഡോറിൻ്റെ ലോക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള പട്ട ഹോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പനി തരുന്ന ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെവി ആയിട്ടുള്ള ലോക്കൊന്നുമല്ല. അത് ലോഡ് കയറ്റി അങ്ങനെ നിൽക്കുകയൊന്നുമില്ല. അത് ചിലപ്പോൾ പൊട്ടിപ്പോകാനോ അഴിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ബോഡി അടിച്ചിട്ടുള്ളത്. ഉള്ളിൽ ഇനി ഷീറ്റിൻ്റെ പണി കൂടി ഉണ്ട്. അത് അടുത്ത ബഡ്ജറ്റിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇത് ഫുൾ വെൽഡിങ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതേപോലെ തന്നെ വണ്ടിയുടെ കേരിയറാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് യൂസ് ചെയ്തിട്ടുള്ള പൈപ്പ് എന്ന് പറഞ്ഞാൽ 3/4 ഇഞ്ച് റൗണ്ട് പൈപ്പാണ്. അതുപോലെ ജപ്പാൻ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നെയിം ബോർഡ് അടിച്ചിട്ടുള്ളത്. ആ കേരിയറിൽ തന്നെയാണ് കേട്ടോ നമ്മൾ നെയിം ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പണിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ കേരിയറിൻ്റെ പണിയൊക്കെ എല്ലാം കഴിഞ്ഞ് ബോൾട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇരുട്ടായി. പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്കിലൊരു ക്ലാമ്പ് ഇതൊരു സ്റ്റാൻഡും കൂടി ചെയ്യുന്നുണ്ട്. അതായത് പൈപ്പ് കാര്യങ്ങളൊക്കെ കയറ്റുമ്പോൾ ലോഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അതിന് നമ്മൾ യൂസ് ചെയ്ത് 3-1.5 സി ചാനലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇത്തിരി ഹെവിയാണ്, കാരണം ലോഡൊക്കെ വരുമ്പോൾ താങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കേരിയർ നമ്മൾ ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് വണ്ടിയുടെ മുകളിൽ വെച്ച് ക്ലാമ്പൊക്കെ മാർക്ക് ചെയ്ത് അളവെടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അതേപോലെ ഇത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ നമ്മൾ റബ്ബറിൻ്റെ ബുഷ് വെക്കും. ഡയറക്റ്റ് ബോഡിയിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് റബ്ബറിൻ്റെ ബുഷ് വെച്ചിട്ട് സൈഡിൽ നിന്ന് ക്ലാമ്പ് ബോൾട്ട് ചെയ്യുന്ന പോലെയാണ്. അതായത് നമ്മുടെ വണ്ടിയുടെ പുറത്തുള്ള പാത്തിയുണ്ട് ഡോറിൻ്റെ മുകളിൽ വെള്ളം വരാൻ വേണ്ടിയിട്ട്, അതായത് വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാത്തി. ആ ഒരു പാത്തിയിൽ ഹോൾ അടിച്ച് ബോൾട്ട് സെറ്റാക്കിയിട്ടാണ് നമ്മൾ ഈ കേരിയർ സെറ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. ഈ ബോൾട്ട് ഊരിയെടുത്ത കേരിയർ കിട്ടും. കേരിയർ നമ്മൾ പൊതുവേ പറഞ്ഞാൽ പാർട്ടീഷൻ ചെയ്യുന്ന അതിൽ വെൽഡിങ് അടിച്ച് വെക്കാൻ പാടില്ല. കാരണം നമ്മൾ ടാർപ്പായൊക്കെ കെട്ടുമ്പോൾ അവിടെ ഫുള്ള് ബ്ലോക്കായി വെള്ളമൊക്കെ കയറി, മഴയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വെള്ളം ഡയറക്റ്റ് ഉള്ളിലേക്ക് കയറിപ്പോവും. അപ്പോൾ ഏകദേശം നമ്മുടെ വണ്ടിയുടെ പണി കാര്യങ്ങളൊക്കെ കഴിയാറായിട്ട് ഈ കേരിയറും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മളിതൊന്ന് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ രാത്രിയായി, ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഫോട്ടോസ് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫുള്ള് പണി കഴിഞ്ഞിട്ടുള്ള വണ്ടിയുടെ വീഡിയോ ഇതാണ് കേട്ടോ. ഫുള്ള് പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പണി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാരുതി സുസുക്കിൻ്റെ സൂപ്പർ കേരി എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ്.